എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നതു തീരല്ല, യേശുവിൻ കരങ്ങളിലാ. വീഴുന്നതു തീരല്ല, യേശുവിൻ കരങ്ങളിലാ. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഘോരമാം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ, ഘോരമാം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ നടത്തുന്നതേശുവത്രേ. ഞാനവൻ കരങ്ങളിലാ. നടത്തുന്നതേശുവത്രേ, ഞാനവൻ കരങ്ങളിലാ. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ദൈവം എനിക്കനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവം എനിക്കനുകൂലം, അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ.
പ്രഭാതത്തിൽ ഞങ്ങൾക്ക് സഭയായി ഒരുമിച്ച് കിടന്നു വന്ന് സത്യത്തിലും ആത്മവിശ്വസിച്ചുകൂടി ആരാധിപ്പാൻ കർത്താവ് അനുവദിച്ച ദൈവകൃപയ്ക്കായി നിങ്ങളുടെ സ്തോത്രം കർത്താവ്. ഞങ്ങൾക്ക് ആരാധനയ്ക്ക് ശേഷം ഭക്ഷണം കഴിക്കുവാനായിട്ട് വേർതിരിക്കുവാൻ അവിടുന്ന് കൃപ നൽകി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവ്. ഞങ്ങൾക്ക് വീണ്ടും കടന്നു വന്ന് അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുവാൻ അവിടുന്ന് അവസരം കൂടി നൽകിയ ദൈവകൃപയ്ക്കായി നിങ്ങളുടെ സ്തോത്രം ചെയ്യുന്ന കർത്താവ്. ഞങ്ങൾ ദേവദാസൻ്റെ കൂടെ മാൽക്കൂടെ കേൾപ്പിച്ച മാറ്റം വലുത്ത വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവെ അത് ക്രിയ ചെയ്യാനും ഞങ്ങൾക്കത് വീണ്ടും ഒന്നുകൂടെ ഓർത്തു നോക്കുവാൻ കർത്താവ് നൽകുന്ന അവസരങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം കർത്താവെ. ഞങ്ങൾ ഈ സമയം അതിനായിട്ട് കർത്താവെ ഞങ്ങൾ വിനിയോഗിക്കുകയാണല്ലോ കർത്താവെ. ഞങ്ങൾ മറ്റു കുഞ്ഞുങ്ങളൊക്കെ കർത്താവെ ഞങ്ങളുടെ മാറ്റത്തെ വചനം കേൾക്കുവാനും അതിൽ പറയുവാനും ഒക്കെ അവിടുന്ന് കൃപ നൽകിയിട്ടുണ്ടല്ലോ കർത്താവെ. അതിനായിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ അവിടുന്ന് ഒരുക്കി ബലപ്പെടുത്തി ഞങ്ങളുടെ മധ്യ അവിടുന്ന് അയച്ചിരിക്കുന്ന അതേ കൃപയ്ക്കായി നിന്നൊരു സ്തോത്രം കർത്താവെ. ഞങ്ങളത് പഠിക്കുന്നതും കേൾക്കുന്നതും എല്ലാ നിലയിലും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണം എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. എല്ലാ ഇന്നത്തെ ഞങ്ങളുടെ ഈ കുടിവരവ് കർത്താവ് എല്ലാ നിലയിലും അനുഗ്രഹപ്പെടുവാൻ കർത്താവ് സഹായിക്കണം എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ രോഗം അത് സുഖമില്ലാതെ ആയിരിക്കുന്ന മറ്റ് സഹോദരിമാരെയും ഒക്കെ ഓർക്കുന്നു. ക്ഷേമത്തോടുകൂടി കർത്താവെ അവിടുന്ന് കരുതിക്കൊള്ളണം, സഹായിക്കണം എന്നോർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ എത്രത്തോളം പ്രാർത്ഥന എല്ലാം കേട്ട കൃപയ്ക്കായി സ്തോത്രം. എല്ലാം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.
എന്നാണ്. ലഭിച്ച സക്കായി. ഒരിക്കൽ നമ്മുടെ യേശു അപ്പച്ചൻ യെരിഹോവിലേക്ക് കൂടെ പോകുമ്പോൾ സക്കായി അങ്കിൾ ആ വഴി വന്നു. സക്കായി അങ്കിൾ എങ്ങനെയുള്ളവനാണെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? ചുങ്കക്കാരിൽ പ്രധാനിയും ധനവാനുമായിരുന്നു. സക്കായി അങ്കിളിന് തീരെ പൊക്കം കുറവായിരുന്നു. സക്കായി അങ്കിൾ നടന്നു വരുന്നത് കണ്ടാൽ ഒരു വീപ്പ് ഉരുണ്ട് വരുന്നത് വരെ തോന്നിപ്പോകും. സക്കായി അങ്കിളിന് യേശുവിനെ കാണാൻ വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ വലിയ ഈ പുരുഷാര നിമിത്തം അതിന് സാധിച്ചില്ല. അങ്ങനെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച സക്കായി അങ്കിളിന് അല്പം അകലെ ഒരു വലിയ കാട്ടത്തെ മരം കണ്ടു. അതിൻ്റെ അകത്ത് ഓടിച്ചെന്ന് വലിഞ്ഞു കയറി. ആരും കണ്ടില്ലെന്ന് കരുതി ഒളിച്ചിരുന്ന് അവിടെ ഇരുന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ യേശു ആ മരത്തിൻ്റെ ചോട്ടിലെത്തി. അങ്ങനെ യേശു മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കായി, നീ വേഗം ഇറങ്ങി വാ, ഞാനിന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞു. സക്കായി അങ്കിൾക്ക് സന്തോഷം കൊണ്ട് ഊർന്നിറങ്ങി വന്നു. മേലൊന്നും മുറിഞ്ഞതും നോക്കാതെ വേഗം ഇറങ്ങി വന്ന് സന്തോഷം പറഞ്ഞറിയിക്കാതിലധികമായിരുന്നു. അങ്ങനെ സക്കായി അങ്കിൾ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എൻ്റെ വസ്തുവകകൾ ഞാൻ പകുതി ദരിദ്രർക്ക് കൊടുക്കും. വല്ലതും സജീവമായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 4 മടങ്ങ് ഞാൻ തിരിച്ചു കൊടുക്കുമെന്നും പറഞ്ഞു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കണ്ടില്ലേ സക്കായി അങ്കിളിന് വന്ന മാറ്റം? ഇതുപോലെ നമ്മുടെ ഹൃദയത്തിലും കർത്താവ് വന്നാൽ നമുക്കും വലിയ മാറ്റമുണ്ടാകും. താങ്ക് യു. ജോബ് ജെനു ജേക്കബ് ഒരു പാട്ട് പാടും. കവിത ജെരമ്യ എൻഗേസ്. ശ്രീ എം.ഇ. ചെറിയാൻ സാർ എഴുതിയ ജീവിതയാത്ര എന്ന കവിതയിലെ ഏതാനും ചില വരികളാണ് ഞാനിവിടെ ചൊല്ലുന്നത്. വൃത്തം മഞ്ചരി. പോകുന്നു ഞാനിതാ പോകുന്നു തോഴരെ, പോകുന്നു സ്വന്തമാം നാടു നോക്കി, ഓടി ഒളിക്കുക ലോകസുഖങ്ങൾ, മാടി വിളിക്കുക വേണ്ട വേണ്ട, സ്വത്തെല്ലാം ലോക സമ്പാദ്യങ്ങളാണുമേ, സ്വന്തമല്ലൂഴിയിലാർക്കുമൊന്നും, ആർക്കും ഈ പാരിടം ശാശ്വത നാടല്ല, പാർക്കുവാൻ പറ്റിയ വീടുമല്ല. യാത്രയിൽ അല്പനിമിഷം ശോകമാം സത്രത്തിലെത്തി നാമെത്രമാത്രം, ജീവിതയാത്ര തുടരട്ടെ ഞാൻ എൻ്റെ ജീവമണാളനെ കാണും വരെ. അടുത്ത പരിപാടി ഒരു പാട്ട്, ഫിലിപ്പ് വർഗീസ് പോൾ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്, അവൻ വഴികളെ ഞാൻ അറിഞ്ഞ്, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനു
ചുവടുകളെ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് ഈഹലോകമോ തരികില്ലൊരു സുഖവും മനഃശാന്തിയതും ഈഹലോകമോ തരികില്ലൊരു സുഖവും മനഃശാന്തിയതും എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക് എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക് ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാനറിഞ്ഞ് അനുഗമിച്ചിടും അവനോടെ ചുവടുകളെ അനുഗമിച്ചിടും അവനോടെ ചുവടുകളെ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് There is peace in Christ when we learn of Him. Feel the love He felt for us when He bore our sins. Listen to His words, let them come alive. If we know Him as He is, there is peace in Christ. He gives us hope when hope is gone. He gives us strength when we can't go on. He gives us shelter in the storms of life when there's no peace on earth. There is peace in Christ. There is peace in Christ when we walk with Him through the streets of Galilee to Jerusalem. Mend the broken hearts, dry the tear-filled eyes. When we live the way He lives, there is peace in Christ. He gives us hope when hope is gone. He gives us strength when we can't go on. He gives us shelter in the storms of life when there's no peace on earth. There is peace in Christ. He gives us hope when hope is gone. He gives us strength when we can't go on. He gives us shelter in the storms of life when there's no peace on earth. There is peace in Christ when there's no peace on earth. There is peace in Christ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ഈ വിശേഷ പരിപാടിയിൽ അതിൻ്റെ ഉദ്ദേശവും അതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണല്ലോ. വചനം പഠിക്കാൻ കഴിഞ്ഞ നാളുകളിലൊക്കെ ഈ സഭയിലെ പലർക്കും, ബഹുഭൂരിപക്ഷം സഹോദരിമാർക്ക് ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട്. അത് വളരെ
നല്ല ഒരു പരിപാടിയാണ്. അതിനോടനുബന്ധിച്ച ഒരു ചിന്ത മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവവചനമാണ് നമ്മുടെ ജീവിതത്തിൽ. അത് ഒരു തലത്തിലോ ഒരു നിലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല. നാം ചരിത്രം പഠിക്കുമ്പോൾ ദൈവവചനം ദൈവം നൽകിയത് ഇസ്രായേൽ ജനത്തിനാണ്. മോശയുടെ ന്യായപ്രമാണം അവർക്ക് ലഭിച്ചു. യഹൂദൻ ഒരു ജാതി എന്നുള്ള നിലയിൽ കഴിഞ്ഞ ദീർഘനൂറ്റാണ്ടുകളായി ലോക ചരിത്രത്തിന് തന്നെ ഒരു വലിയ മാതൃകയായി, ഒരു എക്സാമ്പിളായി നിൽക്കുന്നത് നാം കാണുന്നുണ്ട്. യഹൂദിനെ നിങ്ങൾ നോക്കിയാൽ വചനത്തിൻ്റെ ശക്തിയും വചനത്തിൻ്റെ പഠിച്ചാലുള്ള ഗുണവും അത് പഠിക്കുന്നവരുടെ വ്യത്യാസവും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നാൽ വളരെ ദുഃഖസത്യമെന്നത് നമുക്ക് ഓർക്കാൻ കഴിയുന്നത്, ലോകം മുഴുവനും ആ കാഴ്ച കാണാൻ മനസ്സില്ലാതെ കണ്ണടച്ച് നിൽക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വീഡിയോയിൽ ഞാൻ കേട്ട ഒരു കാര്യം ഇങ്ങനെ ഓർക്കുന്നു. ലോകത്തിലെ ശാസ്ത്ര നോബലുകളിൽ വലിയ ഭൂരിപക്ഷം നോബലും കരസ്ഥമാക്കിയിട്ടുള്ളത്, ഏതാണ്ട് 69% ശാസ്ത്ര നോബലുകൾ ലഭിച്ചിട്ടുള്ളത് ബൈബിൾ വിശ്വസിക്കുന്ന ക്രൈസ്തവർക്കാണ്. നാം ഇന്ന് പഠിക്കുന്ന പല കാര്യങ്ങളും അത് കണ്ടെത്തിയത് ക്രൈസ്തവരാണെന്ന് ചരിത്രബോധമുള്ള ആളുകൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നമ്മുടെ കഴിഞ്ഞ ദിവസം ഞാൻ കേട്ട ഒരു കാര്യം ഓർക്കുന്നു. ഇന്ന് നമ്മുടെ രാജ്യത്ത് സുഭിക്ഷമായ ആഹാരമുണ്ട്. ധാരാളം ലോകത്തിന് വേണ്ടി അരിയുടെ 40% ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ രാജ്യമാണ്. ഈ വലിയ മാറ്റം നമ്മുടെ രാജ്യത്തിനുണ്ടായത് കൃഷിയിലുള്ള വലിയ ഒരു വിപ്ലവം തന്നെയാണ്. അതിൻ്റെ അടിസ്ഥാന കാരണം ഗ്രിഗറി മെൻഡൽ എന്ന ഒരു ശാസ്ത്രജ്ഞൻ, അദ്ദേഹം തെളിച്ച വഴിയിലൂടെയാണ് ലോകത്തിൻ്റെ വിശപ്പ് മാറ്റാനുള്ള വലിയ ഒരു പുതിയ കാലഘട്ടത്തിന് തുടക്കമാവുന്നത്. അതിൻ്റെ നടപ്പാക്കലായിരുന്നു നമ്മളുടെ രാജ്യത്ത് ഒരു വിപ്ലവമായി ഗ്രീൻ റവല്യൂഷൻ എന്ന നിലയിൽ നടത്തപ്പെടുകയും വലിയ സുഭിക്ഷതയിലേക്ക് ലോകം വരികയും ചെയ്തു. നാം ഉപയോഗിക്കുന്ന ഈ വൈദ്യുതി കണ്ടുപിടിച്ചത് കുട്ടികൾക്കറിയാം, ഹൈസ്കൂളിൽ പഠിക്കുന്ന കാര്യമാണ്. അത് കണ്ടെത്തിയത് ആരാണ്? മൈക്കിൾ ഫാരഡെ എന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ഈ ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചത്. ഈ അദ്ദേഹത്തെക്കുറിച്ച് അറിയുന്നത്, അദ്ദേഹം ആ കാലത്തെ പ്രസിദ്ധനായ ഒരു സുവിശേഷ പ്രസംഗകനായിരുന്നു എന്നാണ്. അതേപോലെ തന്നെ നിരവധി കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ഐസക് ന്യൂട്ടൻ, ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ അദ്ദേഹമാണ് എഴുതി ചേർത്തത്. ഐസക് ന്യൂട്ടൻ എഴുതിയ ഒരു വലിയ വ്യാഖ്യാന ഗ്രന്ഥമുണ്ട്. അത് ദാനിയേൽ പ്രവചനത്തിൻ്റെ വ്യാഖ്യാനമാണ്. ബൈബിൾ ആഴത്തിൽ പഠിച്ചിരുന്ന, അതിൻ്റെ വ്യാഖ്യാനം എഴുതാൻ പോലും സമയം കണ്ടെത്താൻ കഴിഞ്ഞിരുന്ന ഒരു ബൈബിൾ പണ്ഡിതനായിരുന്നു ഐസക് ന്യൂട്ടൻ. നാം ചരിത്രം നോക്കുമ്പോൾ ഈ സാങ്കേതിക വിദ്യകളിലൊക്കെ മുന്നിലേക്ക് മനുഷ്യ കുലത്തെ കൊണ്ടുപോയ ആളുകളൊക്കെ ഈ ബൈബിളിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ അറിഞ്ഞിരുന്ന മനുഷ്യരായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഒരു മനുഷ്യൻ്റെ സമൂലമായ ചിന്തകളെ തുറക്കുന്ന ഒരു വലിയ വിജ്ഞാനമാണ്, ജ്ഞാനത്തിൻ്റെ സാഗരമാണ് ബൈബിൾ. നാം ബൈബിളിലെ ഉള്ളടക്കത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എല്ലാ നിലയിലുമുള്ള വ്യക്തമായ ചിത്രം ഒരു വ്യക്തിക്ക് കൊടുക്കാനുള്ള ശേഷി വിശുദ്ധ ഗ്രന്ഥമായ ബൈബിളിനുണ്ട്. ഇപ്പോൾ ലോകം എങ്ങനെ ഉണ്ടായി എന്നൊരു PhD-കാരനായ ഒരു ശാസ്ത്രജ്ഞനോട് നിങ്ങൾ ചോദിച്ചാൽ അദ്ദേഹം പറയുന്നത് 3-4 ഉത്തരമായിരിക്കും. അതിലൊരു ഉത്തരം ശരിയാണെങ്കിൽ രണ്ടാമത്തെ ഉത്തരം തെറ്റാകാനേ വഴിയുള്ളൂ. കാരണം അദ്ദേഹത്തിന് പോലും കൃത്യമായ ഒരു ഉത്തരത്തിൽ
തൻ്റെ മറുപടി ഒതുക്കാനായിട്ട് കഴിയില്ല. കാരണം ഒരുപാട് അഭിപ്രായങ്ങളാണ് ഇന്നും അതിനെക്കുറിച്ച് ഈ ശാസ്ത്രലോകത്തിന് പറയാൻ കഴിയുകയുള്ളൂ. എന്നാൽ ബൈബിൾ പഠിച്ച ഒരാളോട് ചോദിക്കുക എങ്ങനെ രോഗമുണ്ടായി എന്ന് ചോദിച്ചാൽ ഒരല്പം പോലും സന്ദേഹമില്ലാതെ, സംശയമില്ലാതെ വളരെ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിയും. എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തിയെക്കുറിച്ച്, തുടക്കത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ പോലും കൃത്യതയോടെ മറുപടി പറയാനുള്ള ശേഷി ഒരു ബൈബിൾ വിദ്യാർത്ഥിക്കുണ്ട്. ഇനി ബൈബിൾ പഠിക്കുന്ന ഒരാൾ വായിക്കുന്നത് വേണ്ടിയ എല്ലാ കാര്യങ്ങളുമാണ്. നാം ദൈവവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, ജീവനും ഭക്തിക്കും വേണ്ടിയത് ഒക്കെയും, ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും ഈ ദൈവവചനത്തിൽ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ചരിത്രമുണ്ട്, ചരിത്ര പുസ്തകങ്ങളുണ്ട്. ചരിത്രബോധമുള്ള ഒരാൾ വളർന്നു വരാൻ വേണ്ടിയതെല്ലാം ബൈബിളിലുണ്ട്. ബൈബിളിൽ കവിതയുണ്ട്. സങ്കീർത്തനം കവിതയാണ്, സദൃശവാക്യങ്ങൾ കവിതയാണ്, ഉത്തമഗീതം കവിതയാണ്. അപ്പോൾ ഒരു കാവ്യ മനോഭാവത്തിലേക്ക്, കാവ്യഭാവനയിൽ ആ ഒരു മാനുഷിക തലത്തെ പരിപോഷിപ്പിക്കാൻ വേണ്ടതെല്ലാം ഈ ദൈവവചനത്തിൽ ധാരാളമുണ്ട്. നാം പ്രവചന ഗ്രന്ഥങ്ങളിലേക്ക് വരുമ്പോൾ അവിടുത്തെ ഭാഷാരീതികളും ആശയങ്ങളെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ആ ഭാഷാരീതികളൊക്കെ അത് വായിക്കുന്ന ഒരാൾക്ക് ഒരു വലിയ അദ്ദേഹത്തിൻ്റെ ചിന്താശേഷിയുടെയും ഭാവനാശേഷിയുടെയും സംസാരശേഷിയുടെയും ഒക്കെ വലിയ വളർച്ചയാണ് ആ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഒരാൾക്കുണ്ടാവുക. ലോകപ്രസിദ്ധമായിട്ടുള്ള പ്രസംഗങ്ങൾ നാം പഠിക്കുമ്പോൾ അതെല്ലാം ബൈബിളിനെ കടമെടുത്തോ ബൈബിളിലെ ആശയങ്ങൾ അവർ മറ്റൊരു നിലയിൽ അവതരിപ്പിക്കുകയോ ചെയ്തിട്ടുള്ളതാണ്. മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ ഒരു പ്രസിദ്ധമായൊരു പ്രസംഗമുണ്ട്, ഐ ഹാവ് എ ഡ്രീം എന്നൊരു പ്രസംഗമാണ്. പല കുട്ടികൾക്കും പല ക്ലാസ്സുകളിലുമൊക്കെ പാഠപുസ്തകത്തിൽ ആ പ്രസംഗം മുഴുവനും പഠിക്കാനായിട്ട് ഉണ്ടാകും. അപ്പോൾ ആ പ്രസംഗം എനിക്കും വളരെ വായിക്കാൻ ഇഷ്ടമുള്ള ഒരു പ്രസംഗമായിരുന്നു, പഠിക്കാനുണ്ടായിരുന്നു. പിന്നെ അത് തേടിപ്പിടിച്ച് അതിൻ്റെ പൂർണ്ണഭാഗം വായിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അത് നാം കേൾക്കുമ്പോൾ നമ്മളെ കോരിത്തെരിപ്പിക്കുന്ന അമേരിക്കയിലെ കറുത്ത വർഗക്കാരന് 100 വർഷം മുമ്പ് എബ്രഹാം ലിങ്കൺ കൊടുത്ത നിയമം നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഏതാണ്ട് 2 ലക്ഷത്തോളം ആളുകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആ പ്രസംഗം അദ്ദേഹം നടത്തുന്നത്. അതിൻ്റെ പ്രധാന ആശയവും വാചകങ്ങൾ പോലും ബൈബിളിലെ ആശയങ്ങളെ കടമെടുത്തുകൊണ്ടായിരുന്നു. പല വാചകങ്ങൾ അതിൽ നിന്ന് നമുക്ക് പെറുക്കിയെടുക്കാനായിട്ട് കഴിയും. എന്ന് പറഞ്ഞാൽ ഈ പുസ്തകത്തിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയതെല്ലാം ഈ പുസ്തകത്തിലുണ്ട് എന്നാണ് ഈ വചനം നമ്മോട് പറയുന്നത്. ഒരാളുടെ സമൂലമായ വളർച്ച, അദ്ദേഹത്തിൻ്റെ ഇൻ്റലക്ച്വൽ എബിലിറ്റി, അദ്ദേഹത്തിൻ്റെ ഭാഷാശേഷി, അദ്ദേഹത്തിൻ്റെ അപഗ്രഥിക്കാനുള്ള കഴിവ്, സംസാരിക്കാൻ, കാര്യങ്ങളെ അവതരിപ്പിക്കാനുള്ള കഴിവ്, ഇങ്ങനെ എല്ലാ നിലയിലുമുള്ള ഒരു മനുഷ്യൻ്റെ അഭിവൃദ്ധി വചനം നാം പഠിച്ചാൽ അതിൽ നിന്ന് ലഭിക്കാനിടയാകും. യഹൂദൻ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ, യഹൂദൻ അതിനു വേണ്ടിയുള്ള വലിയൊരു ഉദാഹരണമായി ലോകത്തിൽ നിലനിൽക്കുകയാണ്. അവൻ എഴുന്നേറ്റ് പഠിക്കുന്നത് ദൈവവചനമാണ്, അവൻ്റെ കുട്ടികളെ പഠിപ്പിക്കുന്നത് ദൈവവചനമാണ്. ഇത് പഠിച്ചും അത് പഠിപ്പിച്ചും അതിനെക്കുറിച്ച് ചിന്തിച്ചും അതിനെക്കുറിച്ച് രാപ്പകൽ ധ്യാനിക്കാനാണ് സങ്കീർത്തനങ്ങളിൽ നാം കാണുന്നത് പോലെ യഹൂദന് ദൈവം കൊടുത്തിട്ടുള്ള കൽപ്പന. എന്നാൽ രാപ്പകൽ വചനം പഠിച്ചും കുട്ടികളെ പഠിപ്പിച്ചും അത് ധ്യാനിച്ചുകൊണ്ടും ജീവിച്ച യഹൂദന് ആ വചനത്തിൻ്റെ പുറത്തുള്ള ലോകം കണ്ടെത്തിയ കണ്ടെത്തലുകളിലെ ബഹുഭൂരിപക്ഷവും ഈ ലോകത്തിന് കൊടുത്തത് രാപ്പകൽ വചനം ധ്യാനിക്കുകയും അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ആളുകളാണെന്ന് നാം തിരിച്ചറിയുമ്പോഴാണ് ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയായ ഈ വചനത്തിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്.
ഞാൻ അറിവ് എന്ന ഒരു ചെറിയ ഭാഗത്തെക്കുറിച്ച് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞത്. നാം വചനം വായിക്കുമ്പോൾ പലപ്പോഴും ഞാൻ ഇടയ്ക്കൊക്കെ ആലോചിക്കാറുള്ളൊരു കാര്യമാണ്, ചില സാഹചര്യത്തിൽ നാം നിൽക്കുമ്പോൾ പുതിയൊരു സാഹചര്യം, അവിടെ എങ്ങനെ പെരുമാറണം എന്ന് അറിയാത്ത ചില സന്ദർഭങ്ങളുണ്ട്. ഒരു പക്ഷേ ജീവിതത്തിൽ നാം ഇതുവരെ എടുക്കാത്ത ചില റോളുകളായിരിക്കും അവിടെ എടുക്കുക. ആദ്യമായിട്ട് എങ്ങനെ പെരുമാറണം എന്നറിയില്ല. എന്നാൽ കർത്താവ് പഠിപ്പിച്ച ഒരു പ്രമാണമുണ്ട്, മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് നിങ്ങൾ അവർക്കും ചെയ്യും. ഞാൻ ഈ പ്രമാണം പലവട്ടം പല സന്ദർഭങ്ങളിലും ഓർക്കാറുള്ള കാര്യമാണ്. ഇപ്പോൾ അതൊരു ജോലി സ്ഥലത്താവാം, ഒരു ഓഫീസിലാവാം. നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, അവിടുത്തെ മര്യാദ നിങ്ങൾക്കറിയില്ല, അവിടുത്തെ രീതി നിങ്ങൾക്ക് പരിചയമില്ല, എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയില്ല. പക്ഷേ നിങ്ങൾക്കവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ വളരെ ലളിതമായിട്ടുള്ളൊരു കാര്യമുണ്ട്. അവിടെ നിങ്ങൾ നിൽക്കുന്ന ഈ പൊസിഷനിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നെങ്കിൽ അയാൾ അവിടെ എങ്ങനെ പെരുമാറണമെന്നാണോ നിങ്ങൾ അയാളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, അതുപോലെ നിങ്ങൾ അവിടെ പെരുമാറുക. എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു അപേക്ഷ കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ അപേക്ഷ കൊടുക്കാൻ പോകുമ്പോൾ നിങ്ങളൊരു ഓഫീസറായിട്ട് അവിടെ ഇരുന്നിരുന്നെങ്കിൽ അപേക്ഷയുമായി നിങ്ങളുടെ മുൻപിൽ വരുന്നയാൾ എങ്ങനെ പെരുമാറണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതുപോലെ ആവണം നിങ്ങൾ പെരുമാറേണ്ടത്. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് പിന്നെ എങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കുക സാധ്യമല്ല. നിങ്ങൾ എവിടെയൊക്കെ ചെന്നാലും, ഏതൊക്കെ കാര്യത്തിൽ ഇടപെട്ടാലും, നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോഴാണെങ്കിലും, നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും, നിങ്ങൾ ജോലിസ്ഥലത്തായിരിക്കുമ്പോഴാണെങ്കിലും, നിങ്ങൾ സ്കൂളിലാണെങ്കിലും, നിങ്ങൾ എങ്ങനെ പെരുമാറണം എന്നുള്ളതിന് ഇതിനേക്കാൾ വലിയൊരു മാർഗരേഖ വേറെയില്ല. എന്ന് പറഞ്ഞാൽ, അറിവിൻ്റെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞു, നമ്മൾ എങ്ങനെ പെരുമാറണം എന്നുള്ളതിന് കൃത്യമായ ഉപദേശം തരാനായിട്ട് ദൈവവചനത്തിന് കഴിയും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ദൈവവചനത്തിന് നമ്മെ നയിക്കാൻ കഴിയുന്ന, നമ്മെ അഭിവൃദ്ധിപ്പെടുത്താൻ കഴിയുന്ന അനവധി കാര്യങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, വചനം പഠിക്കാനായിട്ട് നിങ്ങൾ ചിലവഴിക്കുന്ന സമയങ്ങൾ, നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാനെടുക്കുന്ന ശ്രമങ്ങൾ, അതിൻ്റെ ഗുണം പറഞ്ഞു തീർക്കാൻ കഴിയാത്ത നന്മയാണ്. നിങ്ങളിൽ അതുണ്ടാക്കുന്ന മാറ്റം എത്രമാത്രമായിരിക്കുമെന്ന് ആർക്കും പറയാനായിട്ട് കഴിയില്ല. നിങ്ങളുടെ ബുദ്ധി തുറക്കുവാൻ ഇടയായിത്തീരും. അസാധ്യ കാര്യങ്ങളെ ഗ്രഹിക്കുവാനുള്ള ശേഷി നിങ്ങൾക്കുണ്ടാകും. കാലത്തിനപ്പുറത്തേക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിശേഷിയും കാൽപ്പനികതയുമൊക്കെ നിങ്ങൾക്കുണ്ടാകാൻ ഇടയായിത്തീരും. ഈ ലോകമെന്ന ചെറിയ ഫ്രെയിമിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ കഴിയുന്ന വലിയ ദീർഘദർശികളെ പോലെ നിങ്ങൾ ജീവിക്കുവാൻ ആരംഭിക്കും. ഈ വചനം നിങ്ങൾ പഠിച്ചാൽ, ഇത് നിങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചാൽ, അത് നിങ്ങളുടെ ജീവനും ഭക്തിക്കും വേണ്ടിയതെല്ലാം നൽകാൻ കഴിയുന്ന വചനമാണ്. അതുകൊണ്ട് ഈ വചനം തുടർന്നും ഉത്സാഹപൂർവ്വം പഠിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. Jesus loves me, This I know, for the Bible tells me so. little ones to him belong. They are weak, but he is strong. Yes, Jesus loves me. Yes, Jesus loves me. Yes, Jesus loves me. The Bible tells me so. Jesus loves me, he who died, heaven's gate to open wide. He will wash away my sin, let his little child come in. Yes, Jesus loves me. Yes, Jesus loves me. Yes, Jesus loves me. The Bible tells me so. Jesus loves me, this I know, as he loved so long ago, taking children on
soul. ഷീജ ഗെയ്സിൻ്റെ ഒരു കവിതയുണ്ട്. അതിനു മുമ്പ് ഞങ്ങൾ ഫാമിലിയായിട്ടൊരു പാട്ട് പാടും, എന്നിട്ട് ഷീജ ഗെയ്സൻ കവിത ചൊല്ലിയത്. അൻപ് നിറഞ്ഞ പൊന്നേശുവേ എന്ന് തുടങ്ങുന്നതായ പാട്ട്. ശ്രീ ജോർജ് പീറ്റർ എഴുതിയ പരദേശികൾ എന്ന കവിതയിലെ ഏതാനും ചില വരികളാണ് ഞാനിവിടെ ചൊല്ലാൻ പോകുന്നത്. വൃത്തം മഞ്ചരി. കുരിശിൻ്റെ പാതയിൽ പരലോകം പോകുന്ന പരിശുദ്ധർ നാമിങ്ങു പരദേശികൾ. ഒരു നാളും വാടാതെ പതറാതെ പോകുവിൻ, തിരുമുഖം ചിന്തുന്നോരൊളിയിൽ സദാ. പല പല ശോധന പെരുകി വന്നിടുകിൽ, വലയേണ്ടോരൽപ്പവും വഴിയിൽ നമ്മൾ. ബലമേഴും കൈകളാൽ അലിവുള്ള നായകൻ ബലമോടു നമ്മളെ
കരുതുമല്ലോ. വിവിധ സുഖങ്ങളെ പിറകിലെറിഞ്ഞു നാം വിമലജനേശുവെ അനുഗമിക്കാം. വിഷമത വന്നാലും വിജയം നാം നേടുകിൽ വിജയ കിരീടമാം വിരുദു നേടാം. വിഷമത വന്നാലും വിജയം നാം നേടുകിൽ വിജയ കിരീടമാം വിരുദു നേടാം. Lord, we thank you once again for this time that thou hast given us, O God, to come before principles. So thank you, Lord, O God. In this manner, O God, thou enabled us, O God, to spend few time, Lord, O God, in spiritual activities, O God. So thank you, Lord, O God. When many of them are not having this privilege, O God, thou hast given us a wonderful privilege in our life, O God, to sit before the presence, O God, separated from our day-to-day activities, O God, and spend some time with you, O God. So thank you, Lord, O God. As we are going to hear from the word of God, O God, we commit ourselves in your mighty and Father. The uncle, O God, is going to share from the word of God, O God. Commit him also in your mighty and Father, God. Throughout this day, God, bless each one of us, God. All the programs which are to be, we are going to hear, O God, through all that, O God, your name may proclaim, Father, God. Those who could not come, O God, we commit them also in your mighty and Father. In the rest place, O God, submit them also in your mighty and Father. Humble ourselves before Prince, O God. A small prince from coming Lord and Savior Jesus Christ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഒത്തിരി പ്രതികൂലമായ സാഹചര്യത്തിൽ നമുക്ക് ഇത്രയും പേർക്കെങ്കിലും ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധാനത്തിലായിരിക്കുവാൻ ദൈവം സാവകാശം നൽകി എന്നുള്ളത് വളരെ നന്ദിയോടെ ഓർക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കിനി വളരെ കുറച്ച് പ്രോഗ്രാമേ ഉള്ളൂ. സൺഡേ സ്കൂൾ വാർഷികത്തിനൊക്കെ ആണെങ്കിൽ സമ്മാനദാനം എന്ന് പറയുന്നൊരു വലിയ പരിപാടിയാണ്. പക്ഷെ നമുക്ക് അത്രയും വലിയ പരിപാടിയായിട്ടിരിക്കുന്നില്ല. പിന്നെ ഒരു ഗ്രൂപ്പ് പ്രാർത്ഥനയുണ്ട്, പിന്നെ 1-2 പാട്ടുമുണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ഭക്ഷണം 12 മണി കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പം അതുകൊണ്ട് കുറച്ച് സമയമുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ അധ്യക്ഷ പ്രസംഗം ഇച്ചിരി കാര്യമായിട്ട് പറയാം എന്ന് വിചാരിക്കുകയാണ്. ആവർത്തന പുസ്തകത്തിൽ നിന്ന് തന്നെ ഒരു സന്ദേശം പറയാം എന്ന് വിചാരിച്ചു.
സന്ദേശം അല്പം വ്യത്യസ്തമായി പറയാം എന്ന് കരുതുകയായിരുന്നു. ഈ സന്ദേശത്തിൻ്റെ നോട്ട്സ് ഞാൻ കൃത്യമായിട്ട് പറയുകയാണ് ചെയ്യുന്നത്. സാധാരണ പ്രസംഗിക്കാറാണ് പതിവ്. ഒരു പ്രസംഗത്തിൻ്റെ നോട്ട് ഞാൻ പറഞ്ഞു തരാം എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് അത്യാവശ്യം വേണ്ടിയ കാര്യങ്ങൾ പറയുകയും ചെയ്യാം എന്ന് കരുതുന്നു. അപ്പോൾ ഒരു ചെറിയ ക്ലാസ് പോലെ ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാൻ കുറച്ച് എളുപ്പമുണ്ടായിരിക്കും എന്ന് കരുതുന്നു. ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന വിഷയത്തിൻ്റെ പേര് ദൈവവചനവും ദൈവജനവും. ദൈവവചനവും ദൈവജനവും. ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 45, 46, 47 വാക്യങ്ങളെ അധികരിച്ചാണ് ഞാൻ ഈ വിഷയം പറയുന്നത്. നാല് പ്രധാനപ്പെട്ട സത്യങ്ങളാണ് ഞാൻ ഈ വിഷയത്തിൽ ഈ ക്ലാസ്സിൽ പഠിപ്പിക്കണം എന്ന് വിചാരിക്കുന്നത്. ഒന്നാമത്തെ വിഷയം, ഒന്നാമത്തെ പോയിന്റ് എന്നൊക്കെ പറയാം, വചനം ലഭിച്ച ശ്രേഷ്ഠജാതി. വചനം ലഭിച്ച ശ്രേഷ്ഠജാതി. ഇനി നമുക്ക് 45-ാമത്തെ വാക്യം വായിക്കണം. നമ്മൾ കുറിച്ചിട്ട വാക്യത്തിലെ 45-ാമത്തെ വാക്യം മാത്രം ഒന്ന് വായിക്കാം. അപ്പോൾ അവിടെ മോശ ഈ സകല വചനങ്ങളും എല്ലാ ഇസ്രായേലിനോടും സംസാരിച്ചു. അപ്പം ഞാൻ ഈ വേദഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ വാക്കുകൾ എന്നെ വല്ലാതെ സ്പർശിക്കാനിടയായിട്ട് തീർന്നു. സകല വചനങ്ങളും എല്ലാ ഇസ്രായേലിനോടും സംസാരിച്ചു. അപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗ്യം, അവരുടെ അനുഗ്രഹം ഒക്കെ നമ്മൾ ഇന്ന് രാവിലത്തെ പ്രസംഗത്തിലും കേട്ടു, ഇപ്പോൾ ഉള്ള പ്രസംഗത്തിലും കേൾക്കാനിടയായിട്ട് തീർന്നു. അപ്പം ദൈവം വചനം തൻ്റെ ജനത്തിന് നൽകി എന്നുള്ളതിലുള്ള ദൈവിക വിശ്വസ്തത നമ്മൾ കാണുകയാണ്. അപ്പം ഈ വാക്യത്തിലെ എല്ലാ ഇസ്രായേലിനോടും എന്നുള്ള വാക്കിന് വേണ്ടിയാണ് തലക്കെട്ടിൽ ഞാൻ ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ആ വാക്ക് ഏതാണ്? ദൈവജനം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിൻ്റെ ജനമാണ്. അപ്പോൾ അവിടെ നമുക്ക് വേറെ ഒത്തിരി കാര്യങ്ങൾ ഓർക്കാനായിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ ഈ പഠനത്തിൽ പറയാൻ ശ്രമിക്കുന്നത്, ദൈവം തൻ്റെ ജനത്തിന് സകല വചനങ്ങളും നൽകുകയാണ്. അപ്പം നമ്മുടെ ദൈവത്തിൻ്റെ വിശ്വസ്തത നമുക്കിവിടെ ഓർക്കാനായിട്ട് സാധിക്കും. നമ്മൾ മനപ്പാഠം പഠിച്ചൊരു വാക്യമുണ്ടല്ലോ, 4-ാം അധ്യായത്തിലെ വാക്യം, 8-ാം വാക്യം എന്താണ്? ആവർത്തനം 4:8. ഇത്ര നീതിയുള്ള ചട്ടങ്ങളും വിധികളുമുള്ള ശ്രേഷ്ഠജാതി ഏതുള്ളൂ? അതിൻ്റെ ഉത്തരം എന്തായിരിക്കും? വേറൊരു ജാതിയില്ല. എന്ന് പറഞ്ഞാൽ ദൈവം തൻ്റെ ചട്ടങ്ങളും വിധികളും തൻ്റെ ജനത്തിന് വെളിപ്പെടുത്തി കൊടുത്തു എന്നുള്ളത് അത് എത്രയോ മഹത്തരമായിട്ടുള്ള കാര്യമാണ്. ചെറിയാൻ സാറിൻ്റെ ഒരു പാട്ടിൻ്റെ ഓർമ്മയിൽ വരുന്നു, യഹോവ ദൈവം അല്ലേ, വിശുദ്ധ ജാതി നാം, അവൻ അവകാശമാം ജനം നാം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നാം എത്രയോ
വ്യത്യസ്തരാണ്, നാം എത്ര അനുഗ്രഹീതരാണ്. ആ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ഇവിടെ പുതിയ മുതൽ 2 വാക്യങ്ങൾ ഞാൻ പറയുന്നേ ഉള്ളൂ. അതെല്ലാം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഇപ്പോൾ അങ്ങനെ ചിന്തിക്കാനായിട്ട് പറ്റുകയില്ല. ഇസ്രയേലിന് കിട്ടിയതിനേക്കാളധികം പ്രമാണങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ ഞാനിന്ന് പറയാം. നമ്മുടെ കർത്താവിലൂടെ ധാരാളം കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയിട്ടുണ്ട്. കർത്താവ് ജീവിച്ച കാര്യം, കർത്താവ് പ്രസംഗിച്ച കാര്യം ഒക്കെ വിശദമായിട്ട് എഴുതി തന്നിട്ടുണ്ട്. പ്രവൃത്തി 1:1 ഒരു മനോഹരമായ വാക്യമാണ്. അവൻ ചെയ്തും ഒന്നെടുത്ത് വായിച്ച്. പ്രവൃത്തി 1:1 വാക്യം. അടുത്ത വാക്ക് പറയാൻ പറ്റില്ല. ചെയ്തു എന്നുള്ളത് ആദ്യത്തെ വാക്ക്. രണ്ടാമത്തെ എന്താ? ഉപദേശിച്ചെന്നാണോ? ഇത് ക്ലാസ്, അതുകൊണ്ട് ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയത്. അവിടെ ഒരു ക്രമമുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ആദ്യം എന്ത് ചെയ്യണം? ആദ്യം ചെയ്യണം, പിന്നെ അത് ഉപദേശിക്കണം. നമ്മുടെ കർത്താവിലെ മനോഹരമായിട്ടുള്ള മാതൃകയാണ്. അപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ ജീവിതവും കർത്താവിൻ്റെ പ്രസംഗവും നമുക്ക് തന്നിട്ടുള്ള വിലയേറിയ വചനമാണ്. നമ്മൾ കുറച്ച് ആളുകളായിട്ട് അതാ ഇപ്പോൾ പഠിക്കുന്നത്. ആദ്യം ഗിരിപ്രഭാഷണമൊക്കെ നമ്മൾ ചിന്തിക്കാനിടയായി. ഇപ്പോൾ ഞാൻ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ മാളികമുറിയിലെ പ്രസംഗം നമ്മൾ ചിന്തിക്കാനിടയാകുന്നു. അപ്പോൾ നമ്മുടെ കർത്താവിൽ നിന്ന് എന്തോരം വചനങ്ങളാണ് നമുക്ക് കിട്ടിയത്. പിന്നെ ലേഖനങ്ങളിൽ ലഭിച്ചതായ ഉപദേശങ്ങൾ, ധാരാളം വചനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ആദ്യത്തെ പോയിന്റിൽ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നാം വചനം ലഭിച്ച ശ്രേഷ്ഠ ജാതിയാണ്. അതുകൊണ്ട് നമുക്കുള്ള ഉത്തരവാദിത്വം കൂടി ഓർപ്പിക്കുന്നൊരു വാക്യം ഞാൻ തെസ്സലോനിക്ക ലേഖനത്തിൽ നിന്ന് പറയുക. 2 തെസ്സലോനിക്ക 2:15. ആർക്കെങ്കിലും ആ വാക്യം ഒന്ന് മനപ്പാഠം പറയാമോ? മനപ്പാടമൊക്കെ ഒത്തിരി വാക്യം പറഞ്ഞ് നിങ്ങൾ സമ്മാനമൊക്കെ വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വാക്യം ഒന്ന് മനപ്പാഠം പറയാൻ പറ്റുമെന്ന് നോക്കാമോ? 2 തെസ്സലോനിക്ക 2:15. ഞാൻ തുടങ്ങിത്തരാം. വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു എന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവേൻ. അപ്പോൾ അപ്പോസ്തലൻ അവരുടെ ആ സഭയിൽ ഒത്തിരി വാമൊഴിയായി പഠിപ്പിച്ചിട്ടുണ്ട്, ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇത് പറയുക, നിങ്ങളിത് മുറുകെ പിടിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വചനം ലഭിച്ച നമുക്ക് അത് മുറുകെ പിടിക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വം ഉണ്ട്. ദൈവാത്മാവ് അതിനുള്ള കൃപ നമുക്ക് നൽകട്ടെ. ഞാൻ ആ വാക്യം വായിക്കുമ്പോഴൊക്കെ ഓർക്കും, ഞാൻ പറയാത്ത 1-2 വാക്ക് തന്നെ ഉണ്ട് കേട്ടോ. ആകയാൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. ഈ ഉറച്ചു നിന്ന് മുറുകെ പിടിക്കുക എന്നുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം ഓർമ്മ വരണ്ടോ? ഈ വടംവലി, ഓണമൊക്കെ വരാൻ പോകും, എല്ലായിടത്തും വടംവലി തുടങ്ങാൻ പോകും. അപ്പോൾ അവർ 2 ടീമായിട്ട് നിന്നതിന് ഉറച്ചു നിന്ന് ഈ വടത്തിൽ മുറുകെ പിടിച്ച് വലിക്കുക. അപ്പോൾ ഉറച്ചു നിൽക്കാതെ ആ മുറുകെ പിടിക്കണമെങ്കിൽ എതിർ പാർട്ടി ഇവനെയും കൊണ്ട് പോകും, അല്ലേ? എതിർ പാർട്ടി ഈ പാർട്ടി ഇവരെയും കൊണ്ട് പോകും. അതൊരു വലിയ പാഠമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഉറച്ചു നിന്ന് വേണം ദൈവവചന സത്യങ്ങളെ മുറുകെ പിടിക്കാനായിട്ട്. നമ്മൾ ഉറച്ചു നിന്നില്ലെങ്കിൽ നമ്മളെയും കൊണ്ട് ശത്രു പോകും. അങ്ങനെ ഒത്തിരി പേരെ കൊണ്ടുപോയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് തന്നെ എത്രയോ മിടുക്കന്മാരെ പിശാച് വലച്ച് തൻ്റെ വഴിയിലും വിപരീത ഉപദേശങ്ങളുടെ വഴിയിലും കൊണ്ടുപോകുവാനിടയായിട്ട് തീർന്നിട്ടുണ്ട്.
അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിൻ്റെ പ്രമാണം കിട്ടിയ ആളുകളാണ്. നമുക്ക് അത് ഉറച്ചു നിന്ന് സൂക്ഷിക്കാൻ സാധിക്കട്ടെ. ഒരു റെഫറൻസോട് എഴുതിയിട്ടോ, 1 Corinthians 4 1 2 വാക്യങ്ങളിൽ നമ്മൾ ആരാണെന്ന് അവിടെ പറയുന്നുണ്ട്. റെഫറൻസ് എഴുതിയിട്ടാൽ മതി. ആരാണെന്നുള്ളതിൻ്റെ ഉത്തരം സഹോദരിമാർക്ക് ആർക്കെങ്കിലും പറയാമോ? അവരാണല്ലോ ഇപ്പോൾ വാക്യമൊക്കെ പഠിക്കുന്നതിൽ മുമ്പിൽ നിൽക്കുന്നത്. 1 Corinthians 4 1 2 വാക്യങ്ങളിൽ നമ്മൾ ആരാണെന്നുള്ളതിൻ്റെ ഒരു ഉത്തരം ആ വാക്യങ്ങളുടെ ഉള്ളിൽ ഉണ്ട്. എന്നാൽ പിന്നെ സഹോദരന്മാർ പറഞ്ഞോളൂ. ആ ദൈവിക മർമ്മങ്ങളുടെ ആരാ? ഗ്രഹവിചാരകന്മാർ. ഗ്രഹവിചാരകന്മാർ എന്നുള്ള വാക്കിന് എന്താ ജോയനെ ഇംഗ്ലീഷ്? സ്റ്റീവാർഡ്സ് ആണ്. അപ്പോൾ ഈ ദൈവവചനത്തിൻ്റെ സത്യങ്ങളെ നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ അത് സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ വലിയ ഉത്തരവാദിത്വമാണ്. അപ്പം അതുകൊണ്ട് ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, അപ്പോൾ ഇതൊക്കെ വല്ല പ്രസംഗം പറഞ്ഞവർ സൂക്ഷിച്ചാൽ മതിയോ? പോരാ, നമ്മളെല്ലാവരും സൂക്ഷിക്കണം. അപ്പം നമ്മൾ അത് സൂക്ഷിച്ചാലേ, പ്രത്യേകിച്ച് സഹോദരന്മാർക്ക് ഉത്തരവാദിത്വം ഉണ്ടെങ്കിലും സഹോദരിമാർക്ക് മുൻഗണനയുള്ള ഒരു വലിയ ശുശ്രൂഷ ഉണ്ട്. അത് നമ്മളിവിടെ ഇടയ്ക്കിടയ്ക്ക് പറയണതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമായിരിക്കും. ഒരു വലിയ ശുശ്രൂഷയുണ്ട് നമുക്ക്. എന്താണ്? പിള്ളേരെ വളർത്തണം. പിള്ളേരെ വളർത്തുമ്പോൾ അവർക്ക് ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. പിന്നെയാണോ അതിന് മുമ്പാണോ അവരെ പഥ്യോപദേശം പഠിപ്പിക്കണം. അപ്പോൾ അതിന് ഈ പിതാക്കന്മാർക്ക് ഒത്തിരി സമയം കിട്ടിയെന്ന് വരില്ല. അവർ സഭയിലൊക്കെ പഠിപ്പിക്കും എന്നുള്ളതല്ലാതെ വീട്ടിൽ അത്ര പഠിപ്പിക്കാൻ സമയം കിട്ടാൻ സാധ്യത കുറവായിരിക്കും. അപ്പം അതുകൊണ്ട് പിള്ളേരുടെ നിലവാരം അനുസരിച്ച് അവർക്ക് പഥ്യമായ ഉപദേശം പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കാനുള്ള വലിയ ആവശ്യകത ഉണ്ട്. അപ്പം അത് അമ്മമാർ ചെയ്യേണ്ട പ്രധാനപ്പെട്ടതായൊരു ജോലിയാണ്. അപ്പോൾ ആ ജോലി ചെയ്യണമെങ്കിൽ ഈ വചനം ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊള്ളാൻ ആവശ്യമുണ്ട്. ഞാൻ പിന്നെ ഇത് പറയണ്ടെങ്കിൽ ഇത് വന്നപ്പോൾ അത് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നാം ഇത് സൂക്ഷിക്കേണ്ടവരാണ്. അപ്പം നാം ഇത് സൂക്ഷിക്കേണ്ട ഭാഗത്ത് ഇത് പറഞ്ഞതിനൊരു കാരണമുണ്ട്. നമ്മൾ പിള്ളേരെ ഒന്നും പഠിപ്പിക്കാതെ നമ്മൾ മാത്രം ഇത് സൂക്ഷിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ സൂക്ഷിച്ചു വെച്ചേക്കുന്ന സത്യങ്ങൾ പിള്ളേർ പിന്നെ ചോർത്തിക്കളയും. അപ്പോൾ അന്നേരം വാ വിളിച്ചിട്ട് പ്രയോജനം ഉണ്ടാവില്ല. അതുകൊണ്ട് കുടുംബമായിട്ട് ദൈവീക മർമ്മങ്ങളെ സൂക്ഷിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം ഉണ്ട്. ദൈവാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. അപ്പോൾ ഞാൻ 1-ാം ഭാഗത്ത് നിന്ന് പോവുകയാണ്. വചനം ലഭിച്ച ശ്രേഷ്ഠജാതി. ഇനി 2-ാമത്തെ ആശയം നമ്മൾ ഈ വാക്യങ്ങളിൽ നിന്ന് ചിന്തിക്കുന്നത്, വചനം മനസ്സിൽ വെച്ചുകൊള്ളുന്ന സമ്പന്നർ. വചനം മനസ്സിൽ വെച്ചുകൊള്ളുന്ന സമ്പന്നർ. 46-ാമത്തെ വാക്യം വായിക്കാം. അപ്പോൾ അതിലെ ആ വാക്കുകളാണ് ഞാനിവിടെ ഓർപ്പിക്കുന്നത്. സകല വചനങ്ങളും എവിടെ വെച്ചുകൊള്ളണം? മനസ്സിൽ വെച്ചുകൊള്ളണം. മനസ്സിൽ വെച്ചുകൊള്ളണം. അപ്പോൾ ഇത് ഈ ആവർത്തന പുസ്തകത്തിലെ ആവർത്തന വിരസത കൂടാതെയുള്ള പ്രയോഗമാണ്. അത് നമുക്ക് വളരെ നന്നായിട്ട് അറിയാം. അപ്പോൾ അതിൽ 2 വാക്യങ്ങൾ നമ്മുടെ മനഃപ്പാഠവാക്യമായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ റെഫറൻസ് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്.
പറയാമോ? ഈ വചനം മനസ്സിൽ വെച്ചുകൊള്ളണം, നിന്റെ ഹൃദയത്തിലിരിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന 2 മനപ്പാഠ വാക്യങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നു. 11:19 അതിൽപ്പെട്ടതാണ്. പിന്നെ അതിന് മുമ്പ് ഒരെണ്ണമുണ്ട്. 6:6ഉം 7ഉം ഇതിൽപ്പെട്ടതാണ്. അപ്പം അവിടെയൊന്നും യാതൊരു അവ്യക്തതയുമില്ല. ഈ വചനം നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കാനായിട്ട് സാധിക്കണം. ഇത് ഈ ആവർത്തന പുസ്തകത്തിൽ മാത്രമല്ല, വേദപുസ്തകത്തിൽ ഉടനീളം ഈ സത്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഗുണങ്ങളും ഒക്കെയുള്ള ഒത്തിരി വാക്യങ്ങളുണ്ട്. അത് എല്ലാം കൂടി ഒന്ന് ലിസ്റ്റ് ചെയ്താൽ അത് തന്നെ വലിയൊരു പഠനമാണ്. അപ്പോൾ നിങ്ങൾക്ക് സാവകാശം കിട്ടുമെങ്കിൽ അതൊക്കെ ഒന്ന് വേറിട്ട് പഠിച്ചാൽ നല്ലതാണ്. അങ്ങനെ നമുക്ക് തന്നെ വചനം പഠിക്കാനായിട്ട് കഴിയും. വചനം മനപ്പാഠം പഠിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്നിട്ട് അങ്ങനെ ഒരു തലക്കെട്ട് എഴുതിയിട്ട് നിങ്ങൾക്ക് ഓരോ വാക്യങ്ങളും അതിങ്ങനെ ചേർത്ത് ചിന്തിച്ച് അത് എഴുതി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ അതെല്ലാവരോടും പറയേണ്ട ആവശ്യം വരുമ്പോൾ പറയാനായിട്ട് സാധിക്കും. അതിൽ 119 സംഖ്യത്തിലും 11 വാക്യം ആരുടെയും മനസ്സിൽ വരുന്നതാണ്. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. അപ്പം നമ്മൾ ഓരോ ദിവസവും പാപം ചെയ്യാതെ ജീവിക്കേണ്ടവരാണ്. ഓരോ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയം പ്രാർത്ഥിക്കണം കേട്ടോ. കർത്താവേ, ഇന്ന് പകൽ പാപം ചെയ്യാതെ ജീവിക്കണം. അപ്പം പാപം ചെയ്യാതെ ജീവിക്കേണ്ടതിന് വേണ്ടി ചെയ്യേണ്ട, പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, പിന്നെയോ അതിനുവേണ്ടി ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുക എന്നുള്ളത്. അപ്പം അതുകൊണ്ട് അതിനായിട്ടുള്ളതായ അതിൻ്റെ പ്രാധാന്യം നമ്മളിവിടെ കാണുകയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ആ പോയിന്റിൽ ഒരു വാക്ക് എക്സ്ട്രാ എഴുതിയിട്ടുണ്ട്. അതേതാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പം രണ്ടാമത്തെ പോയിന്റ് ഒന്നും ആരെങ്കിലും ഒന്ന് വായിച്ച്. വചനം മനസ്സിൽ വെച്ചുകൊള്ളുന്ന സമ്പന്നർ. വചനം കൂടുതൽ അറിയാവുന്നവരാണോ സമ്പന്നര്? അധികം കൂടുതൽ ഏക്കറേജ് ഭൂമിയുള്ള ആളുകളാണോ സമ്പന്നര്? അധികം ബാങ്ക് ബാലൻസ് ഉള്ളവരാണോ സമ്പന്നര്? ലോകത്തിൻ്റെ വഴി അങ്ങനെയാണ്, ലോകം അങ്ങനെയാണ് ചിന്തിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഇതിൽ സമ്പന്നരാകാം. ഞാനൊരു വാക്യം പറയാം. 1 കൊരിന്ത്യർ 1:6 വാക്യം. 1 കൊരിന്ത്യർ 1:6 വാക്യം ഒന്ന് വായിച്ചു ആരെങ്കിലും. അപ്പൊ അവിടെ പറയുന്നത് സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും ആരായി തീർന്നു? സമ്പന്നരായി തീർന്നു. അപ്പൊ ഈ വചനം നമുക്ക് ഹൃദിസ്ഥമാക്കാൻ കഴിയുന്നത് വലിയൊരു സമ്പത്താണ്. നമ്മൾ ഈ പുസ്തകങ്ങളൊക്കെ ശേഖരിക്കുന്ന ഒരു നല്ല പ്രകൃതമാണ്. അപ്പോൾ ചിലർക്ക് അങ്ങനെ ശേഖരിച്ച് ഒരു ലൈബ്രറിയൊക്കെ കാണും. അത് നല്ലതാണ് കേട്ടോ. ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ചിലർക്ക് ഈ ശേഖരം മാത്രമേ കാണുള്ളൂ, എല്ലാം ശേഖരിച്ച് വയ്ക്കും, പക്ഷേ അത് വായിക്കുകയോ ഉപയോഗിക്കുകയോ ഒന്നും ചെയ്യണ്ടാവില്ല. അപ്പോൾ അവരുടെ ലൈബ്രറിയൊക്കെ കണ്ടാൽ തോന്നുന്നു ഇയാളേക്കാൾ ഞാൻ സമ്പന്നനായിട്ട് ഈ കാര്യത്തിൽ വേറെ ആരും ഇല്ലയെന്ന് തോന്നുന്നു. പക്ഷെ ശേഖരിച്ച് വെച്ചോ, കാരണം നിങ്ങൾ വായിച്ചില്ലെങ്കിൽ ചിലപ്പോൾ പിള്ളേരെങ്കിലും വായിച്ച് പ്രയോജനപ്പെടുത്തിക്കൊള്ളുമായിരിക്കും. പക്ഷേ വചനം നമുക്ക് ഹൃദയത്തിൽ സംഗ്രഹിച്ച് വചനത്തിൽ സമ്പന്നരായിട്ട് ജീവിക്കുവാൻ സാധിക്കണം. അപ്പം നിങ്ങൾ പ്രത്യേകിച്ച് പിള്ളേർ ശ്രമിച്ചാൽ ഈ സമ്പത്ത് ഉണ്ടാക്കാൻ വളരെ പറ്റിയൊരു പ്രായമാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ അതിലുള്ള സമ്പത്ത് വർദ്ധിപ്പിക്കണം എന്നുള്ളതായ കാര്യം ഞാനിവിടെ ഓർപ്പിക്കുകയാണ്.
ഈ സമ്പത്താണിതെന്ന് പറഞ്ഞതിനൊക്കെ ഒരു കാരണം കാണും. ഒരു വാക്യം ഞാനിന്ന് കണക്ട് ചെയ്ത 119-72 വാക്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് മനഃപ്പാഠം പറയാൻ പറ്റുമോ? ആ ആ അതെ അതെ. 1000 പൊൻവെള്ളി നാണ്യത്തേക്കാൾ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ന്യായപ്രമാണമാണ് ഉത്തമം. അപ്പോൾ വചനം അതിൻ്റെ ഒരു വില ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ ഒരു മാനുഷിക ഭാഷയിൽ രേഖപ്പെടുത്തി തന്നിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് അങ്ങനെ വചനത്തെ വിലമതിക്കാനായിട്ട് സാധിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതായ കാര്യമാണ്. അപ്പം അത് നമുക്ക് മനസ്സിൽ വെച്ചു കൊള്ളാനുള്ള വലിയ ഉത്തരവാദിത്വം ഉണ്ട്. അപ്പോൾ മനസ്സിൽ വെച്ചു കൊള്ളുന്ന സമ്പന്നർ. ഇനി മൂന്നാമത്തെ ആശയം, വചനം മനസ്സിൽ വെച്ചു കൊള്ളുന്നതിൻ്റെ ഉപയോഗങ്ങൾ. വേറെ പല സ്ഥാനങ്ങളിലും ഇത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ടൊന്നും ഇപ്പോൾ പോകുന്നില്ല. നമ്മൾ വായിച്ച വാക്യത്തിലുള്ള ഉപയോഗം മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. അത് ഞാൻ ചിലതൊക്കെ ആദ്യം സൂചിപ്പിച്ചു, എങ്കിലും അതൊന്ന് എണ്ണിപ്പറയാം എന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾ ആ വാക്യം നോക്കിയിട്ട് അതിൻ്റെ ഉപയോഗം ഒന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ നമ്മൾ വായിച്ച ആ വാക്യം ഒന്നുകൂടെ നിരീക്ഷിച്ചിട്ട് വചനം മനസ്സിൽ വെച്ചുകൊള്ളുന്നതിൻ്റെ ഉപയോഗം ഒന്ന് പറയാൻ പറ്റുമോ? ഒന്നതാ. അതെ അതെ. രണ്ടും പറഞ്ഞു. രണ്ടെണ്ണം ഞാൻ പറയാൻ ഉദ്ദേശിച്ചുള്ളത്, രണ്ടും പറഞ്ഞു. അപ്പം ഞാൻ ഒന്ന് നിർത്തി പറയാം. ഒന്ന്, വചനം പ്രമാണിച്ച് നടക്കാനായിട്ട് സാധിക്കും. അപ്പം ഈ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചാൽ പ്രമാണിച്ച് നടക്കാനായിട്ട് കഴിയും. യോശുവയോട് പറയുമ്പോൾ ദൈവം പ്രത്യേകിച്ച് ആ കാര്യം പറയുന്നുണ്ട്. നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ചു പോകാം. അവിടെ ഇതേ സത്യം എന്തു മനോഹരമായിട്ടാണ് വിശദീകരിക്കുന്നത്. 1-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമ്മളൊന്ന് വായിക്കുകയാണ്. അവിടെ പറയുകയാണ്. അടുത്ത വാചോടെ ഞാൻ വായിച്ചോ. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായി ഇരിക്കും. അതതിൻ്റെയൊക്കെ അനുഗ്രഹങ്ങളാണ്. അവിടെ ഇതെല്ലാം വിശദമായി പറയുക. അപ്പം അവിടെ ഒരു വാക്ക് അവിടെ ഓരോ വാക്കും എടുത്തു പറയേണ്ടതാണ്. നീ രാവും പകലും ഇത് ധ്യാനിക്കാൻ പറയേണ്ടത്. എന്തിനു വേണ്ടിയാ? അല്ലല്ല, രാവും പകലും ധ്യാനിക്കാൻ പറയുന്നത് എന്തിനു വേണ്ടിയാ? അല്ല, പ്രമാണിച്ച് നടക്കേണ്ടതിന് രാവും പകലും ഇത് ധ്യാനിക്കണം. ഇതൊരു നല്ല ആത്മീക എക്സസൈസാണ്. അപ്പോൾ നമ്മൾ രാവിലെ വചനം വായിക്കുമ്പോൾ ഒരു വചനസ്പർശകമായിട്ട് തോന്നി. ചിലപ്പോൾ അന്നൊരു യാത്രയിലായിരിക്കും നമ്മൾ. അപ്പോൾ ആ വചനം നമുക്ക് ആ പകൽ മുഴുവനും ധ്യാനിക്കാനായിട്ട് സാധിക്കും. എൻ്റെ പണ്ടത്തെ യാത്രകളെല്ലാം തന്നെ ബസ്സിലായിരുന്നു. അപ്പം അതുകൊണ്ട് അങ്ങനെ വായിക്കുമ്പോൾ സ്പർശകമായി തോന്നുന്ന വാക്ക് ഞാനൊരു കടലാസിൽ കുറിച്ച് പോക്കറ്റിലിടും. ബസ്സിലിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അത് നോക്കി പറ്റുമെങ്കിൽ മനഃപ്പാഠം പഠിക്കും. പിന്നെ മണിക്കൂറുകളല്ലേ ബസ്സിലിരിക്കണേ. അപ്പോൾ അതങ്ങനെ ധ്യാനിച്ച് അത് ആസ്വദിക്കാനായിട്ട് സാധിക്കും. എന്നൊന്നും പറ്റാറില്ല കേട്ടോ. ചില വചനങ്ങൾ അങ്ങനെ വളരെ സ്പർശകമായി തോന്നുമ്പോൾ ആ എക്സസൈസ് ഞാൻ ചെയ്യാറുണ്ട്. അത് ചെയ്താൽ അന്നത്തെ ആ ദിവസത്തെ ജീവിതം വളരെ സന്തോഷമായിരിക്കും.
അതിൻ്റെ ഉന്മേഷം അനുഭവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിത് രാവും പകലും ധ്യാനിച്ച് അത് പ്രമാണിച്ച് നടക്കാനായിട്ട് സാധിക്കും. രാവും പകലും ധ്യാനിക്കുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്നാം സങ്കീർത്തനത്തിൽ രാപ്പകൽ ധ്യാനിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വചനം അങ്ങനെ രാപ്പകൽ ധ്യാനിച്ച് അത് പ്രമാണിച്ച് നടക്കാനായിട്ട് സാധിക്കണം. ഈ വചനം ധ്യാനിക്കുന്നതിന് അങ്ങനെ ഉദാഹരിക്കാമോ എന്ന് എനിക്കറിയാൻ പാടില്ല. നമുക്കൊക്കെ വളരെ നമ്മളിപ്പോൾ ആരും അങ്ങനെയൊന്നും വളർത്തണില്ല. ഇപ്പോൾ നമ്മളെല്ലാം പാല് മേടിച്ചു കുടിക്കുകയല്ലേ. നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഒരു നമുക്കൊക്കെ സ്നേഹമുള്ളൊരു മൃഗം സാധാരണ ചെയ്യുന്നൊരു പരിപാടിയാണ്, ഭക്ഷണം കഴിക്കും, പിന്നെ അത് അയവിറക്കും. പിള്ളേർക്കൊന്നും ആ വാക്ക് അറിയാൻ പാടില്ലെന്ന് തോന്നുന്നു അല്ലേ. അങ്ങനെയൊക്കെ ഒരു വാക്കുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പശുവൊക്കെ പുല്ല് ആദ്യം അങ്ങ് വെട്ടി വിഴുങ്ങും, പിന്നെ അത് അയവിറക്കും. അപ്പോൾ ഈ വചനം ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉൾക്കൊണ്ട വചനം നമ്മളിങ്ങനെ ധ്യാനിക്കുകയാണ്. അത് തന്നെ പിന്നെയും പിന്നെയും ഇങ്ങനെ ചിന്തിച്ച് ധ്യാനിച്ച് ആസ്വദിക്കുകയാണ്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഈ വചനത്തിൽ പ്രിയപ്പെടുക, വചനം രാപ്പകൽ ധ്യാനിക്കുക എന്നൊക്കെ പറയുന്നത് കൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് ഇത് മനസ്സിൽ വെച്ചുകൊള്ളുന്നതോടൊപ്പം തന്നെ ഇങ്ങനെ അതിനെ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കണം. അപ്പം അതിന് വേറൊരു വലിയ ഗുണമുണ്ട് കേട്ടോ. ഇതെപ്പോഴും ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരുന്നാൽ ഈ വേണ്ടാത്ത ചിന്തകളൊന്നും നമ്മുടെ മനസ്സിൽ കയറിക്കൂടാനായിട്ട് സ്ഥലം ഉണ്ടാവില്ല. ഇതിങ്ങനെ കാലിയായി കിടന്നു കഴിഞ്ഞാൽ വേണ്ടാത്ത ഇഷ്ടം പോലെ ചിന്തകളിങ്ങനെ ഉണ്ട്. അതെല്ലാം ഇൻപുട്ട് ചെയ്യാനായിട്ട് പിശാച് നല്ല പരിപാടികളുമൊക്കെ, ഇത് മുഴുവൻ പിശാചാണെന്ന് പറ്റി ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും യോജിപ്പ് തോന്നില്ലായിരിക്കാം. മൊബൈലിനൊക്കെ ചില ഗുണമുണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വേണ്ടാത്ത ഇങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് ഇത് ഇൻപുട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ പരമാവധി അതൊക്കെ കുറച്ച് അത്യാവശ്യത്തിനൊക്കെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇത് വളരെ നല്ലൊരു സ്പിരിച്വൽ എക്സസൈസ് ആയിരിക്കും. ഇപ്പോൾ സഹോദരിമാർക്കൊക്കെ വീട്ടിലിരിക്കുമ്പോൾ ഈ അടുക്കളപ്പണിയൊക്കെ ചെയ്യുമ്പോൾ ചെയ്യാവുന്ന ഒരു എക്സസൈസാണ്. ഞാൻ നോക്കിയിട്ട് ഈ സഹോദരിമാർക്കാണ് ഈ പ്രസംഗവും ക്ലാസ്സും കേൾക്കാൻ ഇഷ്ടം പോലെ സമയമുള്ളത്. അടുക്കളപ്പണിയൊക്കെ ചെയ്യുമ്പോൾ ഇത് പറഞ്ഞ് ഓൺ ചെയ്ത് അവിടെ മേശപ്പുറത്ത് വെച്ചാൽ പോരെ, ഇഷ്ടം പോലെ കേൾക്കാനുള്ള സാവകാശവും സൗകര്യവും ഉണ്ടാവും. പണി നടക്കും. അപ്പോൾ നിങ്ങൾക്ക് ദൈവവചനത്തോട് അങ്ങനെ ഒരു ബന്ധം സൂക്ഷിക്കാം. മണ്ണൂർ സഭയിലെ പരീക്ഷയൊക്കെ തുടങ്ങിയ കാലത്ത് ഒരു പ്രായമുള്ള അമ്മ പറയുമായിരുന്നു, വാക്യം പഠിച്ചുകൊണ്ടാണ് അരിയൊക്കെ കഴുകി അടുപ്പത്തിടുന്നത്. അപ്പോൾ പെട്ടെന്നൊരു വാക്യം ഓർമ്മ കുറഞ്ഞാൽ അരി അവിടെ വെച്ചിട്ട് പോയി വാക്യം നോക്കിയിട്ട് വരും. എന്നിട്ട് പിന്നെ അത് പറഞ്ഞുകൊണ്ടാണ് അരി കഴുകി അടുപ്പത്ത് ഇടുന്നത്. അപ്പം അങ്ങനെയൊക്കെ ദൈവത്തിൻ്റെ വചനം പഠിക്കാനും പരിചയിക്കാനും അയവിറക്കാനും ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും സാധിക്കണം. അപ്പം അത് എത്രയോ പ്രയോജനപ്പെടുവാനിടയായിട്ട് തീരും. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മനസ്സിൽ വയ്ക്കുന്ന ഈ വചനം പ്രമാണിച്ച് നടക്കുക. രണ്ടാമത്തെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞതാണ്. ഈ വാക്യത്തിൽ പിന്നെ നമ്മൾ ആദ്യം ഓർത്തു, മക്കളോട് എന്ത് ചെയ്യണമെന്നാ നമ്മളുടെ ഇപ്പോഴത്തെ വാക്യത്തിൽ പറഞ്ഞേക്കണത്? കൽപ്പിക്കണം. നമ്മൾ മനപ്പാഠം പഠിച്ച വാക്യങ്ങളിൽ എങ്ങനെയാ പറഞ്ഞേക്കണേ? നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കണം. പക്ഷെ ഇവിടെ വരുമ്പോൾ കുറച്ച് ഗൗരവമായി കാര്യം അല്ലേ? അത് കാഷ്വലായിട്ട് സംസാരിച്ചാൽ പോരാ, പിന്നെയോ അത് മക്കളോട് കൽപ്പിക്കണം.
അങ്ങനെ ഒരു വലിയ ഭക്തനോട് ദൈവം പറഞ്ഞൊരു വാക്യമുണ്ട്. നിങ്ങളുടെ ആരെങ്കിലും ഓർമ്മയിൽ വരുമോ എന്നൊന്ന് നോക്കിക്കേ. അല്ലല്ല, ഈ വചനം മക്കളോട് അബ്രഹാമിനോട്. ഉൽപ്പത്തി 18:19 ഒന്ന് വേഗത്തിൽ വായിച്ചേ. ഉൽപ്പത്തി 18:19. അപ്പൊ എന്തിനാ അബ്രഹാമിനെ തിരഞ്ഞെടുത്തത് എന്നുള്ളതിന് വേറെ പല ഉദ്ദേശങ്ങളുണ്ട്. ഈ വാക്യത്തിൽ പറയുന്നത് മക്കളോട് കൽപ്പിക്കാൻ വേണ്ടിയാണ് ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വമാണ്. എന്ന് പറഞ്ഞാൽ നമ്മെ ദൈവം തിരഞ്ഞെടുത്ത് മാതാപിതാക്കൾ എന്നുള്ള ശുശ്രൂഷ ഭരമേൽപ്പിച്ചിരിക്കുന്നത് ഈ വലിയ ദൗത്യം നിർവഹിക്കേണ്ടതിന് വേണ്ടിയാണ്. നമുക്കറിയാവുന്ന ഒരു സത്യമല്ലേ, എഫേസ്യർ 6:1 പറയുന്നത്, മക്കളെ നിങ്ങളുടെ അമ്മയന്മാരെ കർത്താവിൽ അനുസരിപ്പിക്കുന്നത് അത് ന്യായമല്ലോ എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു ഇംഗ്ലീഷ് പരിഭാഷ ഞാൻ സാധാരണ പറയാറുണ്ട്. മക്കളോട് പറയുക, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിക്കുക, അത് ന്യായമാണെന്നുള്ളതിനൊരു പുതിയ വേർഷനിൽ ഗോഡ് ഹാസ് പുട്ട് ദം അതോറിറ്റി ഓവർ യു എന്ന് പറഞ്ഞാൽ പിള്ളേരോട് പറയുക, മക്കളെ മാതാപിതാക്കളെ ദൈവം നിങ്ങളുടെ മേൽ ആരാക്കി വെച്ചിരിക്കുകയാണ്, അധികാരികളാക്കി വെച്ചിരിക്കുക. അതുകൊണ്ടാണ് ഈ മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കുന്നത് ദൈവം വലിയ ഗൗരവമായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ കാരണം ദൈവത്തിൻ്റെ അധികാരം, ദൈവം ആക്കി വെച്ച അധികാരത്തോടുള്ള മത്സരമായിട്ടാണ് അതിനെ കാണുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമുക്ക് ഈ വലിയ ഉത്തരവാദിത്വം നിർവഹിക്കാനായിട്ട് സാധിക്കണം. പക്ഷെ ഇപ്പോൾ വളരെ തിരക്കിൻ്റെ നടുവിൽ പിള്ളേരുടെ കൂടെ ഇരിക്കാനും പിള്ളേരോട് വചനം പറയാനും കൽപ്പിക്കാനും ഒന്നും സമയമില്ലാത്തൊരു തിരക്കിലേക്ക് പിശാച് നമ്മെ തള്ളിവിടുകയാണ്. നമ്മൾ അങ്ങനെ പോകാതെ നമുക്ക് നമ്മെ തന്നെ സൂക്ഷിക്കാനായിട്ട് സാധിക്കട്ടെ. അവിടെ ഒരു ക്രമമുണ്ട്, അതോടെ ഞാനൊന്ന് സൂചിപ്പിച്ചോട്ടെ. അവിടുന്ന് ഒന്ന് വായിക്കാമോ? 47 വാക്യം. സോറി, 46 വാക്യം. അപ്പോൾ അവിടെ ഈ പ്രമാണിച്ച് നടക്കുന്നത് ആര് കാണും? മക്കൾ കാണും. അപ്പൊ അവർക്ക് മക്കൾക്ക് കിട്ടുന്നൊരു ജീവിത പാഠമാണ് മാതാപിതാക്കൾ. അപ്പൊ അവര് വചനം പ്രമാണിച്ച് വീട്ടിൽ ജീവിക്കുമ്പോൾ പിള്ളേര് ബാല്യം മുതൽ ഇത് കാണും. അപ്പൊ അവർക്ക് ചിലപ്പോൾ അക്ഷരം അറിയാൻ പാടില്ലായിരിക്കും, അക്ഷരം പഠിച്ചു തുടങ്ങിയ പിള്ളേരല്ലായിരിക്കും. പക്ഷേ ആ മാതാപിതാക്കൾ വചനം പ്രമാണിച്ച് ജീവിക്കുന്നത്, ആ ജീവിതം അവരെ നിശ്ചയമായിട്ടും സ്വാധീനിക്കും. അപ്പം അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ, മക്കൾക്കുള്ള ആദ്യ പാഠം മാതാപിതാക്കളുടെ ജീവിതമാണ്. പിന്നെയാണ് അവർ സ്കൂളിലൊക്കെ പോണത്. അപ്പം മക്കൾക്ക് കൊടുക്കേണ്ട ആദ്യത്തെ ജീവിത പാഠം മാതാപിതാക്കളാണ്. അതുകൊണ്ട് അതെന്ത് പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. അതിൻ്റെ മഹത്വം ഉൾക്കൊണ്ട് സൂക്ഷിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. അപ്പോൾ അവരുടെ ജീവിതം ഒരു പാഠമാണ്. ഞാൻ ഒത്തിരി വിശദമാകണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് പറഞ്ഞിരിക്കുന്ന പുതിയ നിയമത്തിലെ 3 വാക്യങ്ങളുണ്ട്. ഇവിടെ ഇരിക്കുന്ന പേരൻസിന് ആർക്കെങ്കിലും പറയാമോ?
അത് കുടുംബത്തിൻ്റെ ഒരു ശ്രേഷ്ഠതയുമാണ്. ഈ വീടിനൊരു പ്രത്യേകതയുണ്ട്. ആ വീടിൻ്റെ പ്രത്യേകതയാണ് ഞാൻ സാധാരണ പറയുന്നൊരു വാചകമുണ്ട്, ജീവിതങ്ങളോട് സംസാരിക്കും. അതിന് വചനം വേണ്ട. അത് പത്രോസിൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങളിൽ ഉണ്ട്. ഒരു ഭർത്താവ് വചനം അനുസരിക്കാത്ത ആളാണ്. ഭാര്യയ്ക്ക് ചെയ്യാവുന്നൊരു കാര്യം, ഭയത്തോടു കൂടിയ നിർമ്മലമായ നടപ്പ് ആ വീട്ടിൽ സാക്ഷ്യപ്പെടുത്താം. അപ്പോൾ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, ഭയത്തോടു കൂടിയ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ചേർന്ന് വരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വീടിനകം എന്ത് ശക്തമായൊരു സ്ഥാനമാണെന്നറിയാമോ? അതുകൊണ്ട് ആ വീട്ടിനകത്ത് ആയിരിക്കേണ്ടതുപോലെ ആയിരിക്കുന്നു എന്നുള്ളത് എല്ലാ സൂക്ഷ്മതയിലും ഉറപ്പാക്കാം. പിന്നെ അതോട് ചേർന്ന് നമ്മൾക്ക് അവരോട് വചനം കൽപ്പിക്കാനുള്ള അധികാരവും ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. ആ അധികാരം വിശ്വസ്തയോടെ നിർവഹിക്കാം. അത് നമ്മൾ ചെയ്യാതെ വരുന്നത് നമുക്കും ദോഷമാണ്, നമ്മുടെ പിള്ളേർക്കും ദോഷമാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് അതിൽ വിശ്വസ്തരായിരിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. മനസ്സിൽ വെച്ചുകൊള്ളുന്നതിൻ്റെ അനുഗ്രഹം, മനസ്സിൽ വെച്ചുകൊള്ളുന്നതിൻ്റെ അനുഗ്രഹം, അതിൽ 2 അനുഗ്രഹങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് പറയാം. ഒന്ന്, ഇത് വ്യർത്ഥ കാര്യമല്ല എന്ന് ഉറപ്പിക്കുക. ഈ വചനമൊന്നും പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, പഠിക്കുകയാണെങ്കിൽ വേറെ വല്ലോ തൊഴിൽ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം എന്നൊക്കെ പറയുന്ന ആളുകൾ ഉണ്ട്. തൊഴിൽ സാധ്യതയുള്ളതൊക്കെ പഠിച്ചോട്ടോ, പക്ഷേ ജീവിക്കേണ്ടതുപോലെ ജീവിക്കണമെങ്കിൽ എന്ത് പഠിക്കണം? വചനം പഠിക്കണം. മത്തായി 4:4 നമ്മുടെ കർത്താവ് പിശാചിനോട് പറഞ്ഞ ഉത്തരം, മനുഷ്യന് അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. പിള്ളേർ മാത്സും കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ പഠിക്കണം. പക്ഷേ ജീവിതത്തിലൊരു പ്രശ്നം വരുമ്പോൾ പഠിച്ച ഫിസിക്സ് ഉപയോഗിച്ചൊന്നും അതിനെ നമുക്ക് ജയിച്ചെടുക്കാനായിട്ട് പറ്റില്ല. പക്ഷെ വചനം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, വചനം നമ്മൾ പഠിച്ചാൽ അതുകൊണ്ട് നമുക്ക് ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കാനായിട്ട് സാധിക്കും. അപ്പം അതുകൊണ്ട് ഇത് വ്യർത്ഥ കാര്യമല്ലെന്ന് പറഞ്ഞിട്ട് ചേർത്ത് പറയുകയാണ്, നിങ്ങളുടെ ജീവൻ തന്നെയാണത്. മത്തായി 4:4 അതാ പറയുന്നത്. നമ്മുടെ ജീവൻ വചനത്തിലാണ്. നാം ജീവിക്കുന്നതും വചനം കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ നമ്മൾ വചനത്തെക്കുറിച്ച് എന്തോരം കാര്യങ്ങളാണ് കേട്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തിൻ്റെ വചനം എത്രയോ അനുഗ്രഹകരമായ ഒന്നാണ്. ഇതെന്തൊരു വലിയ നിധിയാണ്. അത് തിരിച്ചറിഞ്ഞ് അത് പ്രയോജനപ്പെടുത്തത്തക്കവണ്ണം കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. പിന്നെ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഞാനൊരു പ്രസംഗമായി പറഞ്ഞാണ്, 2ാമത്തെ അനുഗ്രഹം. ഒന്ന് പറഞ്ഞാട്ടെ, പറഞ്ഞ് നിർത്താം നമുക്ക്. ദീർഘായുസ്. ഇത് ഈ ആവർത്തന പുസ്തകത്തിൽ പല സ്ഥലത്ത് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ പ്രസംഗത്തിൽ 2-3 ദീർഘായുസിനുള്ള 2-3 കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ ഓർമ്മയിലുണ്ടല്ലോ ഇല്ലേ? പക്ഷിയുടെ കൂട് എടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യമൊക്കെ പറഞ്ഞായിരുന്നു. അത് സൂക്ഷിച്ചാൽ, നിയമം അനുസരിച്ചാൽ എന്തുണ്ടാകും? ദീർഘായുസ് ഉണ്ടാകും. പിന്നെ ഞാനൊരു ഒത്ത പടിയുടെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു, ഒത്ത അളവിൻ്റെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു. അതൊക്കെ നന്നായി സൂക്ഷിച്ചാൽ അത് ദീർഘായുസ് നൽകുന്നതാണ്. പിന്നെ കൂട്ടത്തിൽ ചേർത്ത് ഞാൻ എഫെസ്യർ 6:3 വാക്യവും പറഞ്ഞായിരുന്നു അല്ലേ? അത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പനയാണ്. അപ്പോൾ ഈ വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ വചനം, ദൈവവചനവും ദൈവജനവും എന്ത് മനോഹരമായിട്ടാണ് ഈ സത്യങ്ങൾ ദൈവാത്മാവ് നമുക്ക് രേഖപ്പെടുത്തി തന്നിട്ടുള്ളത്. അത് നമുക്ക് പ്രയോജനപ്പെടുത്തി
വരുന്ന നാളുകളിൽ ജീവിക്കുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ ഈ പറഞ്ഞ സന്ദേശത്തിൽ ഇനി ആർക്കെങ്കിലും സംശയമുണ്ടോ? ഒരു ബൈബിൾ ക്ലാസ് പോലെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കുള്ള സംശയം ഉണ്ടെങ്കിൽ അത് ദൂരീകരിക്കുകയും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചേ. ആവർത്തന പുസ്തകം നമ്മൾ തീരാൻ പോവുകയാണ് കേട്ടോ. നമ്മൾ ലാസ്റ്റ് പോർഷനിലാണ് അപ്പോൾ. അപ്പം അതുകൊണ്ട് ആരെങ്കിലും സംശയങ്ങളുണ്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സംശയിക്കാനുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ജോനയുടെ ഒരു പാട്ട് ഉണ്ടല്ലോ അല്ലേ? ആരെ? ആ ഓക്കെ ഓക്കെ. അല്ല, ജോനയുടെ തന്നെ പാട്ടില്ലേ? ആ ഓക്കെ. This is a poem I wrote about Hannah, about how God answered her the prayer that she felt was unanswered. The title is An Answer from Above. Grace and favor, though my name means, neither grace nor favor have I found in me. A feeling of being worthless overwhelms me. My eyes weep and my heart mourns over the sight of sons and daughters I wish I bore. Ruthless words I am forced to endure with only tears as an answer. What answer do I have for a question only God can answer? How long, how loud should my cry be? For it to be heard, to be answered, ask my very self. My heart longs to be like a fruitful vine full of branches, like a fig tree that brings forth good fruit, like a merchant ship that brings good fortune. Why, Lord, why is my question? Double the portion I would be given, but why would my heart question? Loved and cared I was, but with nothing in hand to return. With hands full of sons and daughters, my husband and Penina would walk up to worship the Lord. With empty hands, I would walk up to Shiloh. Empty-handed, I would return with only one prayer. A prayer which to men would seem like drunkenness and madness, but to the Lord, an earnest and sincere cry. Tears which only God can wipe away, a wound only God can heal, a thirst only God can quench, a hunger only God can satisfy. Will the Lord of hosts hear my cry this time? Will I find favor in his sight? Will the God who blessed Sarah with an Isaac in her old age bless me with an Isaac too? Will my cry go unheard, unnoticed? Never again, the Lord answered. Blessed with a son at the Lord's time, from the Lord did I receive him. Samuel I named him. As promised to the Lord he was, I kept my word to the Lord as he did to me. My cup of blessing offered to the Lord to drink from, my inheritance given to God to inherit. Because he is my cup of blessing and my inheritance, he is the answer to my cry. हम है वो दूरी थी कितनी गहरी, कितना बड़ा था वो फासला, मायूस होकर स्वर्ग की ओर देखा, निराशा में तेरा नाम लिया, अंधकार हटाकर तेरी मोहब्बत
കർത്താവാം യേശുവേ നീ വേഗം വരേണമേ. ഹാ ഹാ സഹോദരരോരുമിച്ചു പാടി പുകഴ്ത്തിടുവിൻ, പാടി പുകഴ്ത്തിടുവിൻ. ജയ ജയ ജയധ്വനി യേശു രാജാവിനു വാനിൽ മുഴങ്ങിടട്ടെ. ജയ ജയ ജയധ്വനി യേശു രാജാവിനു വാനിൽ മുഴങ്ങിടട്ടെ. കാണും മുഖാമുഖം നാമിനി പ്രാണേശനേശുവിനെ, പ്രാണേശനേശുവിനെ. കണ്ണീരെല്ലാം അന്നൻപേഴുമേശുവിൻ കൈകൾ തുടച്ചിടുമേ. കണ്ണീരെല്ലാം അന്നൻപേഴുമേശുവിൻ കൈകൾ തുടച്ചിടുമേ. വേഗം വരുന്നിതാ ഞാനതേ, വേഗം വരുന്നിതാ ഞാൻ, വേഗം വരുന്നിതാ ഞാൻ. ആമേൻ കർത്താവേശുവേ നീ വേഗം വരേണമേ. കർത്താവേശുവേ നീ വേഗം വരേണമേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം കേട്ടുകൊണ്ടിരുന്നത് പോലെ ദൈവവചനം പഠിക്കുന്നതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ മഹത്വവും നാം ഈ ദിവസങ്ങളിൽ ധാരാളം ഓർക്കുവാൻ ഇടയായിത്തീരുന്ന നാളുകളാണ്. അതിനോടുള്ള ബന്ധത്തിൽ സഭയായി ചെയ്യാൻ കഴിയുന്ന ഒരു പ്രോത്സാഹനമാണ് ഇവിടെ നിർവഹിക്കാനായിട്ട് പോകുന്നത്. അല്ലാതെ ഇത് ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് എന്നങ്ങനെ പറഞ്ഞൊരു സമ്മാനദാനം ആയിട്ട് അങ്ങനെ അല്ല ആഗ്രഹിക്കുന്നത്. പിന്നെയോ ഇതിലൂടെയും ദൈവനാമം മഹത്വപ്പെടണം. ഇത് സഭയ്ക്കായി ചെയ്യാൻ കഴിയുന്ന ഒരു പ്രോത്സാഹനം എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ അധ്വാനത്തിന് പൂർണ്ണ പ്രതിഫലം സ്വർഗത്തിലെ ദൈവം നൽകും. ഈ ലോക ജീവിതത്തിൽ നന്മകളുണ്ടാകും. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാവുന്ന പോലെ ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം പഠിക്കാൻ കഴിഞ്ഞ അധ്യായങ്ങളുടെ എല്ലാവരുടെ എണ്ണമൊന്നും പറയുന്നില്ല. ഏറ്റവും കൂടുതൽ പഠിച്ചു പറഞ്ഞ 2 പേരുടെ എണ്ണമെന്ന് പറയാം. അത് മറ്റുള്ളവർക്കൊരു പ്രോത്സാഹനമായി തീരട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു. കഴിഞ്ഞൊരു വർഷക്കാലം പ്രിയ ജോന്നയ്ക്ക് 26 അധ്യായങ്ങൾ പഠിക്കുവാൻ അത് പറയാനിടയായി തീർന്നു. അവളുടെ സന്തോഷത്തെ ഓർക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. ജോന്നെ കടന്നു വന്ന് ചാച്ചനെ സമ്മാനമായി. രണ്ടാമതായി മക്കളിൽ, സ്കൂളിൽ പഠിക്കുന്ന മക്കളിൽ ഏറ്റവും കൂടുതൽ വാക്യം പറഞ്ഞത്, അധ്യായങ്ങൾ പറഞ്ഞത് യൂനീസാണ്. 17 അധ്യായങ്ങൾ.
ഷീജയാണ്. നാലാമത്തെ ആള് ലൗലിയാൻ്റെയാണ്. ഇല്ലല്ലോ. അഞ്ചാമതായി പ്രിയ മേബിളാൻ്റെയാണ്. തുടർന്ന് 10 അധ്യായത്തിന് താഴെ എന്നാൽ 5 അധ്യായത്തിന് മുകളിലുള്ള പ്രിയപ്പെട്ട ആദ്യം ജിസി തോമസ്. പിന്നെ ജെറമിയ എം കേസൻ. പിന്നെ ഗ്രേസ് ഷാരോൺ. പിന്നെ ജദീദയാണ്. പിന്നെ ജോന, ഗ്രേസും ജോനയും ജദീദയൊക്കെ ഒരുപോലെ പറഞ്ഞതാണ്. ക്രമത്തിന് വ്യത്യാസം വന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഫിലിപ്പാണ്. ഇനിയുള്ളവർ ഞാൻ പേര് വിളിക്കുന്ന ക്രമത്തിൽ വന്ന് അല്ലല്ല പ്രോത്സാഹനമല്ല, ഒരു അദ്ദേഹം പറഞ്ഞവർ തന്നെയാണ്. ജാമോൾ ആൻറ്റി, ഗ്യാബി, ഗ്രേസ്, ഇനിയുള്ളവരിവിടെ ഇല്ലാത്തവരാണ്. ജോഷുവ റോയ്, എലിസബത്ത്, ഗ്രേസ്, മൈക്കിൾ, പോള്. അവർക്കുള്ള സമ്മാനം ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഇനി തുടർന്നുള്ള നാളുകൾ വാക്യം നന്നായി പഠിക്കുമെന്നുള്ള വിശ്വാസത്തോടെ ആഗ്രഹത്തോടെ ജോബിനും ഈ സമ്മാനം. സമ്മാനദാനം അവസാനിച്ചു. ഭക്ഷണം റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ തോമസ് വരം പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് യോഗം അവസാനിപ്പിക്കാം. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. മഹത്വസമ്പൂർണ്ണ നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് കർത്താവെ ആരാധനയ്ക്ക് ശേഷം ഒന്നിച്ച് സഭയായിട്ട് കൂടി കർത്താവെ പാട്ടുകൾ പാടുവാൻ, കർത്താവെ ദൈവവചനത്തിൽ നിന്ന് കേൾക്കുവാൻ, ഒന്നിച്ച് പ്രാർത്ഥിപ്പാൻ, കർത്താവെ ദൈവവചനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് കേൾക്കുവാൻ, കർത്താവെ കഴിഞ്ഞൊരു വർഷക്കാലം അവിടുന്ന് കർത്താവെ സഭാവിശ്വാസികളായ പ്രിയപ്പെട്ടവർക്ക് വചനം പഠിച്ച് കർത്താവെ അത് ചൊല്ലിക്കേൾപ്പിക്കുവാൻ, അവരെ പ്രോത്സാഹിപ്പിക്കുവാനൊക്കെ സഭയായിട്ട് നൽകി തന്ന വലിയൊരു സാവകാശത്തിനായിട്ട് തിരുനാമത്തിന് സ്തോത്രം. കർത്താവ് ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭവും എത്ര മനോഹരവും എന്ന തിരുവഴുത്തിൽ ഞങ്ങൾ വായിക്കുന്നു. ഒത്തൊരുമിച്ച് സ്നേഹത്തോടെ ഐക്യതയോടെ കർത്താവെ പരസ്പരം ബഹുമാനിച്ചും സ്നേഹിച്ചും ആദരിച്ചും സുവിശേഷത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി നിലകൊള്ളുവാൻ സഭയായിട്ട് ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ സഹായിച്ച ദൈവകൃപയ്ക്കായിട്ട് തിരുനാമത്തിന് സ്തോത്രം. വരും ദിവസങ്ങളിൽ അങ്ങയുടെ മഹത്വത്തിനു വേണ്ടി കർത്താവ് ഈ ദേശത്ത് നിലകൊണ്ട് കർത്താവെ ഞങ്ങൾ മഹത്വമാർന്ന നിലയിൽ സാക്ഷ്യം വഹിപ്പാൻ തക്കോണം അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭാ നേതൃത്വത്തെ കർത്താവെ അവിടുന്ന് ഇത്രത്തോളം ബലപ്പെടുത്തി തോർത്ത് തിരുനാമത്തിന് സ്തോത്രം. അവിടുത്തെ ദാസനെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ആവശ്യമായ കൃപ കൊടുത്ത് സഹായിക്കണമേ. ശാരീരികമായ ക്ഷേമം നൽകണമേ.
ആൻറ്റി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രിയപ്പെട്ടവർക്ക് ശാരീരികമായ സൗഖ്യമില്ല, സൗഖ്യം നൽകി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേസംബറിനെയും സഹോദരിയെയും കുഞ്ഞുങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കടയിൽ പ്രദേശത്ത് നീ പ്രിയപ്പെട്ടവരെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. ആ ദേശത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളെയും ഈ ദേശത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളെയും ആദരിക്കണമേ, അനുഗ്രഹിക്കണമേ, ആത്മാക്കളെ നൽകി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷൽ കർത്താവെ, സുഖമില്ലാതിരിക്കുന്ന പൗലോസൂട്ടിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആശ്വാസവും വിടുതലും കൽപ്പിച്ചരുളണമേ. കർത്താവെ, ജോണിന് ആവശ്യമായ എല്ലാ ക്ഷേമവും നൽകി സഹായിക്കണം. ജോലിനെ അവിടുത്തെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. അതുപോലെ കർത്താവ്, റീജ സഹോദരിക്കായിട്ട് ഗ്രേസ് മോൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരും പനിയുടെ പ്രയാസങ്ങളിലൂടെ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നു. കർത്താവെ, അവിടുന്ന് സഹായിക്കണം, ആശ്വാസം കൽപ്പിച്ചരുളണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലവ്ലി ആൻറ്റിയും ജോണിച്ചായനും കർത്താവെ യാത്രയിലായിരിക്കുന്നു, അവർക്ക് ആവശ്യമായ ക്ഷേമം നൽകി സഹായിക്കണമേ. വിദൂരതയിലായിരിക്കുന്ന എഡ്വിനായിട്ട് എൽവിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ വിസ്താരമേറിയ സ്നേഹ ചെറുകടിയിൽ മറച്ച് കരുതി അവരെ അവിടുത്തെ മഹത്വത്തിനായിട്ട് കർത്താവെ നിലനിർത്തുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ നിന്ന് ദൂരെ ആയിരിക്കുന്ന ജോയലിനായിട്ട് ജോഷുവയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയമക്കളായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവെ, അവരെ അവിടുന്ന് സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും അവിടെയുള്ള സ്ഥലം സഭയോട് ചേർന്ന് സുവിശേഷത്തിൻ്റെ സാക്ഷികളായിട്ട് നിലകൊള്ളുവാൻ തക്കവണ്ണം നിൻ്റെ ജനത്തിൻ്റെ കൂട്ടായ്മ അനുഭവിപ്പാൻ തക്കവണ്ണമൊക്കെ അവരെ സഹായിക്കണം. അവരുടെ ജോലി കാര്യങ്ങളെല്ലാം വേണ്ടതായ എല്ലാ ക്ഷേമവും ഉദവിയും നൽകി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിദൂരത്തിലായിരിക്കുന്ന എലിസബത്തിനായിട്ട്, ഡെന്നിക്കായിട്ട്, കുഞ്ഞുങ്ങൾക്കായിട്ട്, ഗ്രേസിനായിട്ട്, ബെന്നറ്റിനായിട്ട്, കുഞ്ഞിനായിട്ട് കർത്താവെ പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന സ്ഥാനത്ത് അവിടുത്തെ കർത്താവ് ചെറുകിൻ്റെ മറവിൽ മറച്ച് കരുതി അവരെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും കർത്താവെ അവിടുത്തെ മഹത്വം അവരിൽ വെളിപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിദൂരത്തിലായിരിക്കുന്ന സന്തോഷപുത്രനായിട്ട് കുടുംബത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നവരായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവെ, നീ അവരെ സൂക്ഷിക്കുന്നല്ലോ, കരുതുന്നല്ലോ, അവരുടെ എല്ലാ വഴികളിലും കർത്താവെ കൂടെ ഇരുന്ന് സഹായിക്കുന്നല്ലോ, പരിപാലിക്കുന്നല്ലോ. തിരുനാമത്തിന് സ്തോത്രം. ഞങ്ങളിങ്ങനെ ഒന്നിച്ചൊരിക്കൽ കൂടി ആയിരിക്കാൻ തക്കണം സഹായിച്ച് ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങളിപ്പോൾ തൽക്കാലം പിരിയട്ടെ, പിരിയാബന്ധമായി കൂടി ഇരിക്കണമേ. മഹത്വം എല്ലാം അങ്ങെടുക്കണമേ. സകല മാനവും മഹത്വവും ബലവും ബഹുമാനവും പുകഴ്ചയും പുത്രനായ ക്രിസ്തുയേശു മൂലം സമർപ്പിക്കുന്നു. സ്വീകരിച്ച ഉത്തരം അരുളണം സ്വർഗീയ പ്രിയ പിതാവേ, ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂട്ടായ്മയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും അവിടുത്തെ വരുവരെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.